കോൺഗ്രസിന് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാം, ഒരു സംശയവും വേണ്ടതല്ല. കാരണം എന്താണ്, ഇത് സഹോദരനും സഹോദരിയും അളിയനും അമ്മായും മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ ചേർന്നൊരു തീരുമാനമെടുത്ത് തന്നിട്ട് അത് പത്രക്കുറിപ്പായി കൊടുക്കുമ്പോൾ കൈകൊട്ടി അംഗീകരിക്കുന്ന പരിപാടിയല്ല ഇന്ത്യയിലെ കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെയും CPM-ന്റെയും സംഘടനാ ശൈലി. ഈ കാര്യങ്ങളൊക്കെ അച്ഛനും മോളും തീരുമാനിക്കുന്നതിനപ്പുറം ഒരാളും ഈ പാർട്ടിക്കകത്ത് ശ്രീ ജെയ്ക്സി തോമസ്, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, സ്ഥാനാർത്ഥി ആരും ആയിക്കോട്ടെ, ഇതൊരു രാഷ്ട്രീയ മത്സരമാണ്. ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് നടക്കുന്ന ലിറ്റ്മസ് ടെസ്റ്റാണ്. അപ്പോൾ സർക്കാരിനെ എങ്ങനെ ജനങ്ങൾ നോക്കിക്കാണുന്നു? ഞങ്ങളുടെ സിറ്റിംഗ് സീറ്റിൽ കൂടുതൽ ഭൂരിപക്ഷത്തോടു കൂടി വിജയിപ്പിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ഞങ്ങൾ മികച്ച നിലയിലാണ് 2021 എന്ന് നിങ്ങൾക്ക് അവകാശപ്പെടാം. മറിച്ചാണെങ്കിൽ സർക്കാരിനെ കുറിച്ച് ജനങ്ങൾ നെഗറ്റീവ് മാർക്കിട്ട് തുടങ്ങിയെന്ന് സമ്മതിക്കുമോ? അല്ല, അത് ആ ചോദ്യത്തിനുള്ള മറുപടി ഇതിനോടകം CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ നേതൃത്വം വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഞാൻ ആവർത്തിക്കണമെങ്കിൽ അതിലേക്ക് വരിക തന്നെ ചെയ്യാം. പക്ഷേ വളരെ ചെറിയ കാര്യം, 2 വാചകങ്ങൾ പ്രതികരിച്ചുകൊണ്ട് അങ്ങയുടെ ചോദ്യത്തിലേക്ക് വരിക തന്നെ ചെയ്യാം. ഇപ്പോൾ കോൺഗ്രസ് പ്രതിനിധിയുടെ ആകെ ആശങ്ക വീണ്ടും സ്ഥാനാർത്ഥിയുടെ എന്നുള്ളതാണ്. CPM-ന്റെ സംസ്ഥാന കമ്മിറ്റിയും സംസ്ഥാന സെക്രട്ടേറിയറ്റും അതിനൊക്കെ ശേഷം ചേരുന്ന നേതൃയോഗങ്ങളിലൊക്കെ ഒടുവിലാണ് 30-ാം തീയതി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുക. 1-ാം തീയതി മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥി ഉയർന്ന രാഷ്ട്രീയ അഭിമാനത്തിന്റെ പതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ നിലമ്പൂർ കോടതിപ്പടിക്ക് സമീപം പ്രത്യക്ഷപ്പെടുകയും ചെയ്യും. അങ്ങേക്ക് അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പിന്നെ കോൺഗ്രസിന് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാം, ഒരു സംശയവും വേണ്ടതല്ല. കാരണം എന്താണ്, ഇത് സഹോദരനും സഹോദരിയും അളിയനും അമ്മായും മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ ചേർന്നൊരു തീരുമാനമെടുത്ത് തന്നിട്ട് അത് പത്രക്കുറിപ്പായി കൊടുക്കുമ്പോൾ കൈകൊട്ടി അംഗീകരിക്കുന്ന പരിപാടിയല്ല ഇന്ത്യയിലെ കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെയും CPM-ന്റെയും സംഘടനാ ശൈലി. അങ്ങനെ ഒരു വ്യത്യാസം നമുക്ക് തമ്മിലുണ്ട്. ഞാനത് പറയാൻ വേണ്ടി ഇരുന്നതല്ല. പക്ഷെ 1 മണിക്കൂറായിട്ട് സ്ഥാനാർത്ഥിയുടെ എന്ന് ചങ്ക് തല്ലി അങ്ങയുടെ കരച്ചിൽ കേട്ടപ്പോൾ ഞാൻ അങ്ങേ ഒന്ന് ഓർമ്മിപ്പിച്ചതാണ്. കുടുംബത്തിൽ സഹോദരി അളിയന്മാരും അപ്പൂപ്പനും അമ്മായിയും ചേർന്നെടുക്കുന്ന ഒരു തീരുമാനമല്ല കേരളത്തിലെ CPM-ന്റെ സ്ഥാനാർത്ഥിത്വത്തെ അവലംബിക്കാൻ ഞങ്ങൾ സ്വീകരിക്കുന്ന ഒരു മാർഗം അങ്ങ് മനസ്സിലാക്കണം. പിന്നെ രണ്ടാമത്, അങ്ങ് വീണ്ടും പറയുന്നു ഈ കാര്യങ്ങളൊക്കെ അച്ഛനും മോളും തീരുമാനിക്കുന്നതിനപ്പുറം ഒരാളും ഈ പാർട്ടിക്കകത്ത് അങ്ങയുടെ രാഷ്ട്രീയ അന്തസ് ഇതാണോ? അല്ല, ഞാൻ തർക്കത്തിനില്ല. ഇതാണ് അങ്ങയുടെ രാഷ്ട്രീയ അന്തസ്. ഇതാണ് അങ്ങയുടെ രാഷ്ട്രീയ അന്തസ്. കുടുംബാധിപത്യത്തെ സംബന്ധിച്ച് ഞാനൊരു വാക്കിനൊരു വാചകത്തിൽ സൂചിപ്പിച്ചപ്പോ അങ്ങയുടെ പ്രതികരണത്തിന്റെ ശൈലി എന്താണ്? എന്നിട്ട് അങ്ങയുടെ കയ്യിൽ നിന്നും രാഷ്ട്രീയ അന്തസ്സിന്റെ ക്ലാസ് ഞങ്ങളെല്ലാവരും ഏറ്റുവാങ്ങണമെന്നാണ് പറയുന്നത്. അതിന് തൽക്കാലം സൗകര്യപ്പെടില്ല എന്നാണ് പറഞ്ഞത്. ഞാൻ അങ്ങയോട് പറഞ്ഞല്ലോ, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുക്കുന്ന ശൈലിയല്ല ഇന്ത്യയിൽ CPM-നും ഇടതുപക്ഷത്തിനുമുള്ളത്. അത് അങ്ങ് മാന്യമായി അവസാനം അങ്ങനെ പറയുന്നത് കേട്ട് കൈയടിക്കാൻ നടക്കുകയാണ്. എവിടെ പരാതി ഗൗരവകരമാണെന്ന് പറഞ്ഞ ഗൗരവോടെ പോയി LDF-ന്റെ കൺവീനറോടെ പോയി എങ്ങനെയാ PV അൻവറിന്റെ ഗൗരവം ഇല്ലാതെയായി പോയത്? ആ അച്ഛനും മോളും വന്നപ്പോഴല്ലേ? അല്ല, അങ്ങേക്ക് അത് പറയുമ്പോ പൊള്ളുന്നത് എന്തിനാണ്? നിങ്ങൾക്ക് ആർക്കും ആ കാര്യത്തിനകത്തൊരു റോളില്ല എന്നുള്ളത് ഞാൻ ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് PV അൻവർ അവിടെ പറഞ്ഞ കാര്യങ്ങൾ ഗൗരവതരമാണെന്ന് പറഞ്ഞ നിങ്ങളുടെ സെക്രട്ടറി, പാർട്ടി സെക്രട്ടറി എന്തുകൊണ്ട് ആ ക്ലിഫ് ഹൗസിൽ നിന്ന് ആ അച്ഛൻ പറഞ്ഞപ്പോൾ ഈ പ്രശ്നം മുഴുവൻ ഉപേക്ഷിച്ചു? എന്തുകൊണ്ട് ചീത്ത വിളിച്ചാൽ അവസാനിക്കുന്ന ഒരു കാര്യവുമല്ല അത്. നിങ്ങൾ പരിഹരിക്കേണ്ടതാണ്. അങ്ങ് ദയവായി മനസ്സിലാക്കണം. CPIM-ന്റെ നേതാക്കന്മാരെ പള്ളു പറഞ്ഞാൽ തീരുന്ന കുഴപ്പമല്ല. അങ്ങയുടെ അഭിപ്രായത്തിനും കോൺഗ്രസ് നേതാക്കന്മാരുടെ അഭിപ്രായത്തിനും അത് നിങ്ങളുടെ പാർട്ടിക്കുള്ളിൽ നിങ്ങൾ പരിഹരിക്കേണ്ടതാണ്. അത് എന്നെ ചീത്ത വിളിച്ചാൽ തീരുന്ന പ്രശ്നമല്ല. അത് ക്ലിഫ് ഹൗസിനെ നോക്കി 2 ഇല്ലാമതിനും പറഞ്ഞാൽ തീരുന്ന കുഴപ്പമല്ല. നിങ്ങളുടെ പാർട്ടിക്കുള്ളിൽ നിങ്ങൾ വിമർശനം ഉയർത്തി പരിഹരിക്കേണ്ട കുഴപ്പമാണ്. നിങ്ങൾ കാണിക്കുന്ന മാന്യതക്കനുസരിച്ച് മാത്രമേ ഇപ്പുറത്തുനിന്ന് മാന്യതയുള്ളൂ. കേവല വാചാടോപങ്ങളാണ്. തെരഞ്ഞെടുപ്പ് കവലപ്രസംഗങ്ങളിലാകാം. ഒരു പൊതു സംവാദമാകുമ്പോൾ കൂടുതൽ വസ്തുതകളല്ലേ പറയേണ്ടത്. അങ്ങോട്ടും ഇങ്ങോട്ടും റട്ടറിക്കലായി സംസാരിച്ചിട്ട് കാര്യമുണ്ടോ? ഓക്കെ, അപ്പൊ രണ്ടുപേരും അവസാനിപ്പിച്ചു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.